ഇവനെ നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. യാതൊരു ഉളുപ്പുമില്ലാതെ മണ്ടത്തരങ്ങൾ വളരെ ശാസ്ത്രീയമെന്ന രീതിയിൽ വിളിച്ചു പറയാനും, താൻ ഒരു ആൽഫാ മെയിൽ ആണെന്നും മറ്റുള്ളവർ ബീറ്റകൾ ആണെന്നും ബീറ്റകൾക്കൊന്നും ഇവിടെ ജീവിക്കാനുള്ള യോഗ്യത ഇല്ലെന്നും ഒക്കെ പറഞ്ഞുവരുന്ന ഇവന്റെ പേര് അറിയില്ല. ഷർട്ട് ഊരാൻ എന്നോ മറ്റോ ആണ്. അതെങ്ങനൊരു. തൽക്കാലം ഇവനെ നമുക്ക് ഭീറ്റേഷ് കുമാർ യാദവ് എന്ന് വിളിക്കാം. യെസ്, നമ്മുടെ ഭീറ്റേഷ് കുമാറിന് 2 ചാനലുകൾ ഉണ്ട്, നാച്ചുറൽ സ്ക്വാഡ്, പിന്നെ ഫ്രീ തിങ്ക് റിയാക്ഷൻ. രണ്ടിലും ഒരുപോലെ മണ്ടത്തരങ്ങൾ പറയുന്നതിൽ ഭീറ്റേഷ് കുമാർ യാദവ് വിജയിച്ചിട്ടുമുണ്ട്. ഫ്രീ തിങ്ക് റിയാക്ഷൻ എന്ന ചാനലിലെ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. ഹലോ ഫ്രാൻസ് എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ ഇവൻ പറയുകയാണ്, വെള്ളക്കാർ കറുത്ത വർഗ്ഗക്കാരെ അടിമകളാക്കിയതോ അവരെ പിടിച്ചുകൊണ്ടുപോയതോ അവരെ ബലാത്സംഗം ചെയ്തതോ മൃഗങ്ങളെപ്പോലെ അവരോട് പെരുമാറിയതോ ഒന്നും ഒരു തെറ്റും അല്ല. ബുദ്ധിയും ശക്തിയും ഉള്ളവൻ അങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെയാണ്. ഇതൊക്കെ ചെയ്ത സായിപ്പ് വലിയ മുന്തിയ സ്വഭാവ ഗുണങ്ങൾ ഉള്ളവനാകുന്നു എന്നും ബാക്കിയുള്ളവർക്കൊന്നും ഇവിടെ ജീവിക്കാൻ യോഗ്യതയില്ല എന്നും ഇവൻ ഈ വീഡിയോയിൽ പറഞ്ഞുവെക്കുന്നു. പണ്ടെങ്ങാണ്ട് ഇവന്റെ മുൻതലമുറ യൂറോപ്യന്മാർക്ക് നിരന്തരം കാലകത്തിയതാണ് എന്നും പറഞ്ഞ് ഇവനെയും ഇടയ്ക്ക് ആ വംശത്തിലേക്ക് മുട്ടിക്കാൻ ഒരു ശ്രമം നടത്താറുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഗ്രൂപ്പിലും പെട്ട എല്ലാവർക്കും നിശ്ചിത ശതമാനം ജനറ്റിക് മിക്സ് ഏറിയും കുറഞ്ഞുമൊക്കെ ഉണ്ട് എന്നീ മണ്ടനും അറിയില്ലല്ലോ. ഹഹാ, അതെങ്ങനെ ഒരാൾ വന്ന് കരഞ്ഞു സഹായം അഭ്യർത്ഥിച്ചാൽ സിമ്പതി കൊണ്ട് അവരെ സഹായിക്കുന്നവരൊക്കെ മണ്ടന്മാരും പൊട്ടന്മാരും ആണെന്നാണ് ഇവൻ പറഞ്ഞുവെക്കുന്നത്. ഇവന്റെ യുക്തി അനുസരിച്ച് ശക്തിയുള്ളവൻ ദുർബലനെ കീഴ്പ്പെടുത്തുവാണെങ്കിൽ, ഞാനൊന്ന് ചോദിക്കട്ടെ, വീട്ടിലിരിക്കുന്ന ഇവന്റെ അമ്മക്കും പെങ്ങൾക്കും നാട്ടിലെ ഏതാണ്ട് എല്ലാ പുരുഷന്മാരെക്കാളും ശക്തി കുറവായിരിക്കുമല്ലോ. ഒരു കാര്യം ചെയ്യാം, അവരെ വീട്ടിക്കേറി കുനിച്ചു നിർത്തി കൂമ്പിനിട്ടിടിക്കാം. അതിൽ ഒരു തെറ്റുമില്ല എന്ന് നീ പറയുമോടാ ഭീറ്റേ? മനുഷ്യർ ഒരു കുലമാണെന്നും പരസ്പരം സഹകരിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണെന്നും പറയുന്ന ഇക്കാലത്ത് ആഫ്രിക്കക്കാരനെ ഒന്നും തുല്യമായി പോലും പരിഗണിച്ചുകൂടാത്തതാണ്, ഇക്വാലിറ്റി പോലും കൊടുത്തുകൂടാത്തതാണ്. സായിപ്പ് കണ്ടുപിടിച്ച ഉപകരണങ്ങൾ വച്ച് അനുഭവിച്ച് പെറ്റുകൂട്ടുന്ന ആഫ്രിക്കക്കാർ ഒന്നും ജീവിച്ചിരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരാണ് എന്ന് ഈ വീഡിയോയിൽ ഇവൻ പറയുന്നു. ദേ നോക്കടാ, ഇതാണ് മസിൽ, എന്റെ ജനറ്റിക്സ് നോക്കടാ, യൂറോപ്യൻസിന് വിശാലമായി കാലകത്തി കൊടുത്തവരാടാ എന്റെ മുൻതലമുറ, തളരില്ലടാ എന്നൊക്കെ അല്പത്തരം ഇവൻ വിളിച്ചു പറയാറുണ്ട്. എന്തൊരു അല്പൻ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? എന്നാൽ ഇതൊക്കെ ചെറുതുമാത്രം. ഞാനൊന്ന് ഇറങ്ങി നിന്നാൽ വരുമെടാ 100 പെണ്ണുങ്ങൾ ഇണചേരാൻ. അഥവാ ചപ്പിയ മോന്തയും തേമ്പിയ ശബ്ദവും ഹൈറ്റ് ഇല്ലാത്തതും കാരണം ഏതെങ്കിലും പെണ്ണ് വരാതിരുന്നാൽ അവളൊക്കെ IQ കുറഞ്ഞവൾ ആണ് അണ്ണന്റെ അഭിപ്രായത്തിൽ. മസിൽ ഇല്ലാത്തവരെയൊക്കെ ഒന്നിനും കൊള്ളാത്തവരായി ആണ് ഇവൻ കാണുന്നത്. അവർക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പോലും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലമൊക്കെ കഴിഞ്ഞടോ ഭീറ്റേ. ലോകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന ജനവിഭാഗം ജനിതകമായി ഏറ്റവും നല്ല മസിൽ മാസുള്ള ബോൺ ഡെൻസിറ്റി ഉള്ള കരുത്തരായ ആഫ്രിക്കക്കാരാണ് എന്നറിയടോ. എടാ നീയുണ്ടല്ലോ, നീ ഇത്രയും കിടന്നു കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെന്ന് പറയുന്ന ഈ മസിലിന്റെ ഇരട്ടി ഒരു അൺട്രെയിൻഡ് ആയ ജിമ്മിന്റെ പടി കാണാത്ത കറുത്ത വർഗ്ഗക്കാരനോ ഒരു സമോവനോ സ്വാഭാവികമായി ഉണ്ടാവുമെടാ. ബ്ലാക്ക് അമേരിക്കൻസ് എന്ന് കേട്ടിട്ടുണ്ടോ ഭീറ്റേഷ് കുമാരെ നീ? അവന്റെയൊക്കെ 3-ാം കാലിന്റെ വണ്ണം നിന്റെ കൈക്ക് കാണില്ല കേട്ടോടാ. നീ പറഞ്ഞ യുക്തി വച്ചാണെങ്കിൽ അവരൊക്കെ ദുർബലനായ നിന്റെയൊക്കെ തലയിൽ കയറിയിരുന്നു തൂഹുറണ്ടതാണല്ലോടാ. പിന്നെ IQ, അതിൽ ഏഷ്യൻസ് മുന്നിട്ടു നിൽക്കുന്നു. അതുകൊണ്ട് എടാ, ആരും തുല്യരല്ല എന്നറിയൂ നീ. വെള്ളത്തിൽ പോലും 15 മിനിറ്റ് ശ്വാസം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഗോത്രവിഭാഗക്കാർ ലോകത്തുണ്ട്. അതുപോലെ വായുക്കുറവുള്ള ഹിമാലയത്തിന്റെ മുകളിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന തദ്ദേശീയരുമുണ്ട്. എടാ ബീറ്റയോളി, നീ ഒന്ന് നോർവേയിൽ പോയി നോക്കടാ. അവിടത്തുകാരെ പോലെ തണുപ്പ് നിനക്ക് പറ്റില്ല. ഓരോ ജനതയും അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് പരിണമിച്ചു വന്നിട്ടുള്ളത്. നിന്റെ കജ്ജി മടക്കുമ്പോൾ ചെറിയ മുഴ വരുന്നെന്നു കരുതി അത് നിന്റെ വലിയ മഹത്വം ഒന്നുമല്ലെന്ന് മനസ്സിലാക്കൂ. പ്രകൃതിവിരുദ്ധമായാണ് ടെക്നോളജിയുടെ സഹായത്തോടെ ആരോഗ്യമില്ലാത്തവർ ജീവിക്കുന്നത് എന്ന് നീ പറയുമ്പോൾ, ആധുനിക മെഡിക്കൽ സയൻസിന്റെ അല്ലെങ്കിൽ സായിപ്പിന്റെ ടെക്നോളജിയുടെ ഔദാര്യത്തിലാണെടാ ദുർബലർ ഇവിടെ ജീവിക്കുന്നത് എന്നൊക്കെ നീ പറയുമ്പോൾ, തീ കണ്ടുപിടിച്ച അന്നുമുതൽ മനുഷ്യൻ ജീവൻ നിലനിർത്താൻ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. ഇവനോട് ആരെങ്കിലും ഹൈറ്റിനെക്കുറിച്ച് പറയുമ്പോൾ, അടമോനെ അതിലൊന്നും കാര്യമില്ലട, എന്റെ ഹൈറ്റ് ആണെടാ ഹൈറ്റ്. ഇപ്പോഴത്തെ ഈ 6 അടി 4 ഇഞ്ച് ഒക്കെ ഫാക്ടറി വന്നതിന് ശേഷം വന്നതാടാ. ഉയരം ഉള്ളവൻ കൂടുതൽ ഭക്ഷണം വേണം, ഒരു ഭക്ഷ്യക്ഷാമം വന്നാൽ കണ്ടോണം ഇവനൊക്കെയില്ലേ. ഈ ഉയരം ഉള്ളവരൊക്കെ ചത്തുമലക്കും. കാരണം അവന്നു കൂടുതൽ ഭക്ഷണം ആവശ്യമാണ്. അന്ന് ഞാൻ ഒക്കെ ആയിരിക്കും എടാ അതിജീവിക്കുക എന്നൊക്കെ അണ്ണൻ താളം വിടും. ഹാ എന്താല്ലേ ഓരോരോ
അപ്പോ ഭക്ഷ്യക്ഷാമത്തിന് പകരം ഒരു വെള്ളപ്പൊക്കമാണ് വരുന്നതെങ്കിൽ നിന്നെപ്പോലെ ഹൈറ്റ് കുറഞ്ഞവർ ആദ്യം വെള്ളത്തിനടിയിൽ പോകില്ലേ എന്ന് ചോദിച്ചാൽ ബബ്ബ അതുപോലെ അണ്ണന്റെ ഫേസ് തീരെ മാസ്കുലിനിറ്റി ഇല്ലല്ലോ, സൗണ്ട് ഒക്കെ പമ്മിയതാണല്ലോ, താടി ഇല്ലല്ലോ, ജോ ലൈൻ തീരെ ഇല്ലാതെ തേമ്പി ആണല്ലോ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അണ്ണൻ ചൊറിഞ്ഞു കയറും. എന്നിട്ട് ദേഷ്യത്തോടെ പറയും, എടോ എന്റെ മുൻ തലമുറക്ക് കാഠിന്യമുള്ള വസ്തുക്കൾ കടിച്ചു പറിക്കേണ്ടതായി വന്നിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് ജോ ലൈൻ ഇല്ലാത്തത്, അതാണ് എന്റെ ഫേസ് ഇങ്ങനെ തേമ്പിയിരിക്കുന്നത് എന്നൊക്കെ. ഇതേ ലോജിക് എന്താ മസിൽ ഉള്ളവരുടെയും ഇല്ലാത്തവരുടെയും ഐക്യു ഉള്ളവരുടെയും ഇല്ലാത്തവരുടെയും രോഗപ്രതിരോധശേഷിയുള്ളവരുടെയും ഇല്ലാത്തവരുടെയും ഒക്കെ കാര്യത്തിൽ അപ്ലൈ ചെയ്തുകൂടെ? അവർക്കും ഉണ്ടാവില്ലേ ഇങ്ങനെ ഓരോ കാരണം പറയാൻ? നീ വലിയ ഐക്യു കൂടിയ വലിയ മലമറിക്കുന്നെന്നല്ലേ പറയുന്നത്? ഇതൊക്കെ ചിന്തിക്കാൻ ഒരു 25 ഐക്യു സ്കോർ മതിയെടോ. സാധാരണ നമ്മൾ സൗന്ദര്യത്തിന്റെയും ആരോഗ്യത്തിന്റെയും മേധാവിത്വത്തിന്റെയും മാനദണ്ഡമായി കാണുന്ന ഏതൊരു ശാരീരിക ജനിത ഗുണത്തെപ്പറ്റി പറഞ്ഞാലും അതിവനില്ലാത്തതാണെങ്കിൽ അതിനെ താറടിച്ചു കാണിക്കും. അതിന്റെ ഉദാഹരണമാണ് ജോലൈൻ, ഹൈറ്റ് ഒക്കെ ഞാൻ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഇവനെ ബീറ്റ എന്ന് വിളിക്കാൻ വേറെയും കാരണങ്ങളുണ്ട്. ഇവന്റെ വീഡിയോ കുറച്ചു മുമ്പേ തന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അന്നൊക്കെ ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ച് കമന്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഭീറ്റേഷ് കുമാർ അണ്ണൻ ആ കമന്റുകൾ ഒക്കെ ഇരുന്ന് റിമൂവ് ചെയ്യുകയായിരുന്നെന്ന്. ഇജ്ജാതി ബീറ്റ അല്ലയോ? അതെങ്ങനെയൊരുഹു? ഈയടുത്ത് ഞാൻ എന്റെ തന്നെ മറ്റൊരു അക്കൗണ്ട് വഴി കയറി നോക്കിയപ്പോഴാണ് ഈ പറഞ്ഞ കമന്റുകൾ ഒന്നും പബ്ലിഷ് ആകുന്നില്ല എന്ന് മനസ്സിലായത്. എതിരഭിപ്രായങ്ങളെപ്പോലും ഇത്ര പേടിയാണെങ്കിൽ എന്തിനാടോ ഈ പണിക്ക് നിൽക്കുന്നത്? ഭീറ്റേഷ് കുമാർ യാദവ് എന്നറിയപ്പെടുന്ന ഇവന്റെ ചാനലിലെ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണും. എല്ലാ വീഡിയോയും കണക്ക് തന്നെ, എന്നാലും